മദ്രസ 9ാം ക്ലാസ് ഫിഖ്ഹിലെ 11ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് ശരിക്കും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. എല്ലാവർക്കും പഠിക്കാൻ മാത്രമുള്ള വിഷയമാണ്. ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇതിലെ ചർച്ചാ വിഷയങ്ങൾ. മറമാടേണ്ട സമയത്തുള്ള മര്യാദകൾ എന്തൊക്കെയാണ്, അതിൽ ഏറ്റവും ആർക്കൊക്കെയാണ് പ്രാധാന്യം നൽകേണ്ടത്, ഖബറുമായി ബന്ധപ്പെട്ട് ഖബറിനെ ഒരു മുസ്ലിമിന്റെ ഖബർ അത് നിന്ദിക്കപ്പെടരുത്, ആദരിക്കപ്പെടേണ്ടതാണ്. അതുപോലെ മയ്യിത്ത്, ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യിത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ ബാധ്യതകൾ, മയ്യിത്തിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്, ഇത്തരം വിഷയങ്ങളൊക്കെ പഠിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ഈ അധ്യായം. ഇൻഷാ അല്ലാഹ് അൽ ഖബർ എന്ന അധ്യായത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഉദ്ധരണികൾ കണ്ടുകൊണ്ട് നമുക്കതിന്റെ പഠനത്തിലേക്ക് വരാം. അൽ വഹ്ദത്തുൽ ഹാദിയ അശർ, അൽ വഹ്ദത്തുൽ ഹാദിയത്ത അശർ, 11ാമത്തെ അധ്യായം. അൽ ഖബറു, ഖബർ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലാ അൻ തദാഫനു ലദഅവതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ. നിങ്ങളും കൂടി മണ്ണിന്റെ അടിയിലേക്കായി പോകൂലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ഖബറിലെ ശിക്ഷ കേൾപ്പിച്ചു തരുമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഖബറിലെ ശിക്ഷ നിങ്ങൾക്ക് കേൾപ്പിക്കാൻ ഇടയായാൽ നിങ്ങൾ ഭയപ്പെട്ട് മരണപ്പെട്ടു പോകാനും അങ്ങനെ നിങ്ങൾ മറമാടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അത്ര ഭയാനകമാണ് ഖബറിലെ അദാബ് എന്ന് സൂചന നൽകുന്നതാണ്, എന്ന് സന്ദേശം ഉൾക്കൊള്ളുന്നതാണ് ഈ ഹദീസ്. ലൗലാ അൻ തദാഫനു, നിങ്ങളെയും മറമാടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ലെങ്കിൽ ലദഅവതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, യുസ്മിഅകും, നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ, മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് കേൾപ്പിച്ചു തരാൻ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിക്കുന്നില്ല, കാരണം അത്ര ഗൗരവതരമാണ്. അപ്പോ ഖബറുമായി ബന്ധപ്പെട്ട് ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ ഒരുപാട് വ്യവഹാരങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട് മനുഷ്യന് നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ചാപ്റ്റർ. ഇൻഷാ അല്ലാഹ് ആദാബു ദഫ്നാണ് നമ്മൾ പഠിക്കുന്നത്. ദഫ്ൻ എന്ന് പറഞ്ഞാൽ മറമാടൽ, മറമാടലുമായി ബന്ധപ്പെട്ട മര്യാദകൾ. യുംദബു സത്റുൽ മയ്യിത്തി ബി സൗബിൻ ഇൻദ ദഫ്നി. യുംദബു സുന്നത്താണ്, സത്റുൽ മയ്യിത്തി, മയ്യിത്തിനെ മറക്കൽ, ബി സൗബിൻ, ഒരു വസ്ത്രം കൊണ്ട്, ഇൻദ ദഫ്നി, മറമാടുന്ന സമയത്ത് ഒരു വസ്ത്രം അതിന്റെ മേലെ മറക്കുന്നത് സുന്നത്ത്. അപ്പൊ വളുഉ റസിഹി, അതുപോലെ മയ്യത്തിന്റെ തല വെക്കുക, ഇന്ദ റിജ്ലിൽ ഖബരി, ഖബറിന്റെ കാൽഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഖബറിൽ മനുഷ്യനെ കിടത്തിയാൽ ഏത് ഭാഗത്താണോ കാല് വരിക ആ ഭാഗത്ത് തല വെക്കുക. ഇപ്പൊ ഇങ്ങനെയാണ് ഖബർ കിടക്കുന്നതെങ്കിൽ ഈ മയ്യത്ത് എവിടെ വെക്കുന്നു? മയ്യത്തിന്റെ തല ഇതാണ്. അപ്പൊ ഈ തല ഇവിടെ വെച്ചിട്ട്, ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇത് ഖബറിന്റെ കാൽഭാഗമാണ്. ഇത് തല വരെ ഇവിടെയാണ്. ഇപ്പൊ കാല് വരെ മനുഷ്യന്റെ കിടത്തിയാൽ വരുന്ന കാൽഭാഗം, അപ്പൊ ഖബറിന്റെ കാൽഭാഗം എന്നാണ് ഇതിന് പറയാം. അപ്പൊ ഇവിടെ വെക്കുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇറക്കുക. അതാണ് ഖബറിലേക്ക് മയ്യത്തിനെ വെക്കുമ്പോഴുള്ള രീതി. വഇഖ്റാജുഹു മിനൻ നാശി മിൻ ജിഹത്തി റസിഹി, അതുപോലെ മയ്യത്ത് കട്ടിലിൽ നിന്ന് പുറത്തെടുക്കൽ, മിൻ ജിഹത്തി റസിഹി, തലഭാഗത്തിലൂടെ. അതായത് ഇത് മയ്യത്ത് കട്ടിലാണെങ്കിൽ അതില് മയ്യത്തിന്റെ തല ഈ ഭാഗമാണ്, ഇവിടെ കിടത്തിയിരിക്കുകയാണ്, അപ്പൊ ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക, അങ്ങനെ എടുക്കൽ സുന്നത്താണ്. അതായത് തലയുടെ ഭാഗത്തിലൂടെ പുറത്തേക്ക് എടുക്കുക. ഖൗലുദ്ദാഫിനി, മറമാടുന്ന ആള് ചൊല്ലുക, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്, അങ്ങനെ ചൊല്ലൽ സുന്നത്താണ്. നേരത്തെ കണ്ണ് ചുമിപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ചൊല്ലൽ സുന്നത്താണെന്ന് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. കൗനു മൻ യുദ്ഖിലുഹുൽ ഖബറ, ഖബറിൽ ഈ എടുത്ത് കിടത്തുന്ന ആൾക്കാരുടെ എണ്ണമാവുക വിത്രൻ, ഒറ്റ സംഖ്യ ആവുക. അതായത് ഒരാള് അല്ലെങ്കിൽ 3 ആള് അങ്ങനെ ആവുക. ഇൽജാഉഹു, അതുപോലെ മയ്യത്തിനെ ചെരിച്ച് കിടത്തുക, അലൽ ഐമനി, വലതു ഭാഗത്തിന്റെ മേൽ ചെരിച്ച് കിടത്തുക. ഇഫ്ലാഉ ഖദ്ദിഹി, കവിള് ചേർത്തി വെച്ചു കൊടുക്കുക, അൽ ഐമൻ, വലത്തെ കവിള് ചേർത്തി വെച്ചു കൊടുക്കുക, ഇല തുറാബി, മണ്ണിലേക്ക്. ബഅദ തൻഹിയത്തിൽ കഫനി, കഫം കുട നീക്കിയതിന് ശേഷം, തൻഹിയത്ത് നീക്കിയതിന് ശേഷം, അൽ കഫൻ, കഫം കുട നീക്കിയതിന് ശേഷം മണ്ണിലേക്ക് കവിള് ചേർത്തി വെച്ചു കൊടുക്കുക.
വറഫ്ഉ റഅസിഹി, അതുപോലെ തല അല്പം ഉയർത്തി കൊടുക്കുക. ബിനഹ്വി ലബിനത്തിൻ, ഒരു ഇഷ്ടിക പോലുള്ള വല്ല വസ്തുവും കൊണ്ട് ഉയർത്തി കൊടുക്കുക. ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ഒന്ന് ഉയർച്ച ആയാൽ മതി. അത് എന്ത് തന്നെ ആകണമെന്നില്ല, തീയിൽ ചുട്ട തന്നെ ആകണമെന്നില്ല. അതുപോലുള്ള ഒരു കട്ടയായാൽ മതി. ഒരു ചെറിയ മണ്ണിന്റെ ഒരു ഇത് വെച്ചു കൊടുത്താലും മതി, ചെറിയൊരു ഉയരം. ഇസ്നാദു വജിഹിഹി, അതുപോലെ മുഖം ചേർത്തി വെച്ചു കൊടുക്കുക. വിരിജിലൈഹി, രണ്ട് കാലും ചേർത്തി വെച്ചു കൊടുക്കുക. ഇലാ ജിദാരിഹി, ഈ ഇതിന്റെ ചുവരിലേക്ക്, ഖബറിന്റെ ചുവരിലേക്ക് തലയും മുഖവും കാലും ഇങ്ങോട്ട് ചേർത്ത് വെച്ചു കൊടുക്കുക. വല്ലഹ്റഹു ഇലാ ഷൈഇൻ, അതുപോലെ പുറം ഭാഗം അല്പം വല്ല വസ്തുവിലേക്കും ചേർത്ത് വെച്ചു കൊടുക്കുക, ബേക്കിലോട്ട് ചേർത്ത് വെച്ചു കൊടുക്കുക. അപ്പൊ മയ്യിത്ത് ഇളകി പോകൂല. വാരിയിടുക. മൻ ഹളറത് ദഫ്ന, ഈ മറമാടാൻ ഹാജരായവർ വാരിയിടുക. സലാസ ഹസയാത്തിൻ, മൂന്ന് പിടി വാരിയിടുക. ഖായിലൻ, ചൊല്ലിക്കൊണ്ട്, ഫിൽ ഊല, ഒന്നാമത്തേതിൽ, മിൻഹാ ഖലഖ്നാകും, വഫിസ്സാനിയത്തി, രണ്ടാമത്തതിൽ, വഫീഹാ നുഈദുകും, വഫിസ്സാലിസത്തി, മൂന്നാമത്തതിൽ, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഇത് ചൊല്ല്. അർത്ഥം നമുക്കറിയാം. മിൻഹാ ഖലഖ്നാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത് എന്ന ഖുർആനിക വചനമാണ്. വഫീഹാ നുഈദുകും, ഈ മണ്ണിൽ നിങ്ങളെ മടക്കും എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗം. ഈ മണ്ണ്, വമിൻഹാ നുഖ്രിജുകും, ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും, താറത്തൻ നുഖ്റ, മറ്റൊരു തവണ. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആ ആയത്ത് ഉച്ചരിച്ചുകൊണ്ട് മണ്ണ് വാരിയിടൽ സുന്നത്താണ്. വയുന്തബു, സുന്നത്താണ്, റഫ്ഉൽ ഖബരി, ഖബർ ഉയർത്തൽ, ശിബ്റൻ, ഒരു ചാണ്. വയുറശ അലൈഹിൽ മാഉ, വയുറശ, കൊടയുക, അൽ മാഉ, വെള്ളം കൊടയുക, അലൈഹി, ആ ഖബറിന്റെ മുകൾ വെള്ളം കൊടയുക. വളഉ നഹ്വി ജരീദത്തിൻ, ഒരു കമ്പ്, ജരീദത്ത് ഖദറ എന്ന് പറഞ്ഞാൽ പച്ചക്കമ്പ്, അതായത് മുളക്കാൻ സാധ്യതയുള്ള വല്ലതും കുത്തിക്കൊടുക്കുക. ഒരു പച്ചച്ചെടിയോ മറ്റോ കുത്തിക്കൊടുക്കുക, പച്ചപ്പുള്ളത് കുത്തിക്കൊടുക്കുക. അലൈഹി, ഖബറിന്റെ മുകൾ. വളഉ ഹജരിൻ, അതുപോലെ കല്ല് വെച്ചു കൊടുക്കുക. ഇന്ദ റസിഹി, തലഭാഗത്തും, വക്കദ ഇന്ദ റിജ്ലൈഹി, കാൽഭാഗത്തും. അപ്പൊ ഖബറിന്റെ തലയും കാലും തിരിച്ചറിയാൻ വേണ്ടുന്ന രീതിയിൽ കല്ല് വെച്ചു കൊടുക്കുക. വയംകുസ, അവിടെ വെയിറ്റ് ചെയ്യുക. സായത്തൻ, ഒരു കുറച്ച് സമയം. ബഅദ തമാമി ദഫ്നി, മറമാടൽ പൂർണ്ണമായതിന് ശേഷം. എന്തൊക്കെയാണ് ആ സമയത്ത് ചെയ്യേണ്ടത്? യുലഖിനുഹു, ആദ്യം തൽഖീന് ചൊല്ലുക. വയദ്ഉ ലഹു, എന്നിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് തസ്ബീത്ത് ചൊല്ലുക. വയസ്അലു ലഹു തസ്ബീത, തസ്ബീത്ത് ചൊല്ലുക. അപ്പൊ ആദ്യം തൽഖീന്, പിന്നെയാണ് തസ്ബീത്ത് ചെല്ലേണ്ടത്. വയുന്തബു, സുന്നത്താണ്, ജംഉൽ അഖാരിബ്, അടുത്ത ബന്ധുക്കളെ ഒരുമിച്ച് കൂട്ടുക. ഫി മൗദീൻ, ആ ഒരു സ്ഥലത്ത്, ബിദഫ്നി, മറമാടുന്ന ആ ഒരു സ്ഥലത്ത്, മറമാടൽ കൊണ്ട് ആ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കളൊക്കെ അവിടെ ഒരുമിച്ച് കൂടുക. അത് സുന്നത്താണ്. അപ്പോ അത് മയ്യത്തിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. മയ്യത്തുമായി ബന്ധപ്പെട്ട് മയ്യത്ത് മറമാടുന്ന രീതി എന്താണെന്നൊക്കെ മനസ്സിലായി. എങ്ങനെയാണ് മറമാടേണ്ടത്, ഏത് ഭാഗങ്ങളാണ് ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം വിഷയങ്ങളെല്ലാം നമ്മൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തു. അപ്പോ ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ടത് എങ്ങനെയാണ്, ഖബറിന്റെ പുറത്ത് വെച്ച് മയ്യത്ത് കട്ടിലിന്റെ തലഭാഗത്തൂടെ പുറത്തേക്ക് എടുത്ത്, എന്നിട്ട് ഖബറിന്റെ കാൽഭാഗത്തൂടെ ഖബറിലേക്ക് വെക്കുന്നു. മൂന്നാളെങ്കിലും ഇറങ്ങും. മൂന്നാളാണ് നല്ലത്, അല്ലെങ്കിൽ ഒരാൾ. എന്നിട്ട് അവരിറങ്ങി ഇത് ചെയ്യും. മയ്യത്തിനെ പുറത്തെടുത്ത് വെക്കുന്നു. കവൾ ഭാഗത്ത് നിന്ന് തുണി നീക്കുന്നു. അത് മണ്ണിനോട് ചേർത്ത് വെച്ചു കൊടുക്കുന്നു. ഖബറിൽ തല അല്പം ഉയർത്തി കൊടുക്കുന്നു. മുഖവും കാലും ഈ ഖിബിലയുടെ ഭാഗത്തോട്ട് ചേർത്ത് വെച്ചു കൊടുക്കുന്നു. മുതുക് പിൻഭാഗത്തേക്ക് ഉള്ള അതിനോട് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ വല്ലതും ചേർത്ത് വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് മേലെ ഖബറിന്റെ മേൽഭാഗം മൂടുന്നു. മൂടിയതിന്റെ മേലെ മണ്ണിടുന്നു. ഇങ്ങനെയാണ് മണ്ണിടുന്ന രീതി. അതായത് ഖബർ കുഴിച്ചതിന് ശേഷം ഖബറിന്റെ ഉള്ളില് എന്ത് ചെയ്യും, ഈ മയ്യത്ത് വെക്കാനുള്ള ആ ഒരു അളവില് കല്ലോ മറ്റോ വെച്ചിട്ട് ഉൾഖബർ തയ്യാറാക്കും. ആ ഉൾഖബർ തയ്യാറാക്കിയതിൽ മയ്യത്തിന് വെച്ചതിന് ശേഷം അവിടെ മൂടും.
മൂടിയതിനു ശേഷം അവര് ആ മയ്യത്തിന് വെച്ചയിടത്ത് മണ്ണ് വീഴാത്ത വിധമാണ് അതിന്റെ മേലേക്ക് മണ്ണിടുന്നത്. ഈ മൂടിയുടെ മേലെ മണ്ണിടുന്നു. ഇങ്ങനെയാണ് മറമാടുന്നത്. മറമാടി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഭാഗത്ത് തലഭാഗത്തും കാലുഭാഗത്തും കല്ലുകൾ വെച്ചു. ഇനി ഒരു ചെടിയോ മറ്റോ അതിന്റെ മേലെ കുഴിച്ചിട്ടു, വെള്ളം കുടഞ്ഞു. അതിനുശേഷം തെൽക്കീൻ ചൊല്ലി കൊടുക്കുക. തെൽക്കീൻ ചൊല്ലിയിട്ട് പിന്നെ ദുആ ചെയ്യുക. ഫാത്തിഹയോ മറ്റോ ഓതി ദുആ ചെയ്യാം. ദുആ ചെയ്തതിന് ശേഷം പിന്നെ തസ്ബീത്ത് വീണ്ടും ചൊല്ലിക്കൊടുക്കുക. ഇങ്ങനെയാണ് ശരിക്കുള്ള രീതി. ഇതാണ് ഖബറിന്റെ പുറത്ത് നമ്മൾ സ്വീകരിക്കേണ്ട രീതി. ഇനി നമുക്ക് ഈ പാഠത്തിൽ ചർച്ച ചെയ്യുന്നത് മയ്യത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നവർ ആരൊക്കെയാണ്, അത്തരം വിഷയങ്ങളാണ് ഇനി ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഔലൻ നാസി ബിൽ ബയ്യത്തി, ഔല എന്ന് പറഞ്ഞാൽ ഏറ്റവും ബന്ധപ്പെട്ട ആൾ. അന്നാസ് ജനങ്ങളിൽ ഏറ്റവും ബന്ധപ്പെട്ട ആള്, ബിൽ മയ്യത്തി മയ്യത്തുമായി ഏറ്റവും ബന്ധപ്പെട്ടത് ആരൊക്കെയാണ്, ഇതാണ് ചർച്ച ചെയ്യുന്നത്. ഔലൻ നാസി ബി തൽഖീനിൽ മുഹ്തളർ, ഒരു മരണാസന്നനായ ഒരാൾക്ക് തൽഖീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും നല്ലതാരാ? ഗൈറുൽ മുത്തഹമി, തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയില്ലാത്തവരാണ്. ഞാനിങ്ങ് മരിച്ചു കിട്ടണമെന്ന് അവൻ ആഗ്രഹമുണ്ട് എന്ന് തോന്നാൻ പാടില്ല. ഇപ്പൊ മകനോ അല്ലെങ്കിൽ അലങ്കാരകാശിയാകാൻ സാധ്യതയുള്ള ഒരാളോ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിക്കൊടുക്കാതിരിക്കുന്നത്, അങ്ങനെ അല്ലാത്തൊരാൾ ചൊല്ലിക്കൊടുക്കുന്നതാണ് നല്ലത്. ഗൈറുൽ മുത്തഹമി, തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരാൾ. കൽ വാരിസ്, തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉള്ള ഒരാളാരാ? അനന്തരാവകാശി. അപ്പൊ അനന്തരാവകാശി ചൊല്ലിക്കൊടുക്കുമ്പോ അതൊരു തെറ്റിദ്ധാരണക്ക് അവസരം ഉണ്ടാക്കലാണ്. അത് ഒഴിവാക്കുക. അതായത് ഇയാൾ മരിച്ചു കിട്ടിയിട്ട് വേണം എനിക്ക് എന്ന് തോന്നാതിരിക്കാം. വബിമാ യുഫ്അലു അഖിബ മൗതിഹി, അതുപോലെ വബിമാ യുഫ്അലു പ്രവർത്തിക്കപ്പെടുന്ന കാര്യത്തിന് ഏറ്റവും അർഹർ. അഖിബ മൗതിഹി, മരണശേഷം മരിച്ച ഉടനെ കണ്ണു ചിമ്മിക്കുക, കണിപ്പുകൾക്ക് നിരപ്പാക്കി കൊടുക്കുക, വസ്ത്രം അയക്കുക, മയ്യത്തിനെ മറ്റൊരു നേരിയ വസ്ത്രം കൊണ്ട് മൂടുക, ഇത്തരം സംഗതികൾ കഴിഞ്ഞ പാഠം ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും അർഹതപ്പെട്ടതാര? അർഫഖു മഹാരിമിഹി, ഏറ്റവും മയ്യത്തുമായി ഏറ്റവും കരുണയുള്ള ആളാണ് മകന്, അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധമുള്ള അങ്ങനെയുള്ള ഒരാളാണ് നല്ലത്. ഔ അഹദു സൗജൈനി, അല്ലെങ്കിൽ ഭർത്താവ് ആണ് ഏറ്റവും നല്ലത്, ഭർത്താവ് ഭാര്യ അങ്ങനെയുള്ള ഇണകളാണ് നല്ലത്. വൽ ഔലാ ബി ഗസ്ലി റിജാലി, പുരുഷന്മാരെ കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത്, വല്ല ഏറ്റവും അർഹതപ്പെട്ടത് ബി ഗസ്ലി കുളിപ്പിക്കുന്നതിന് അർരിജാൽ, പുരുഷന്മാരെ കുളിപ്പിക്കുന്നതിന് ഏറ്റവും ബന്ധപ്പെട്ടത് അർരിജാലു, പുരുഷന്മാരാണ്. വ ഔലാഹും, പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അർഹത ആരാണ്? ഔലാഹും ബി സ്വലാത്തി അലൈഹി, നിസ്കരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും നല്ലത്. പിതാവ് അല്ലെങ്കിൽ വലിയുപ്പ, മകൻ, അങ്ങനെയുള്ളവരാണ്. അതിന്റെ ക്രമം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടല്ലോ. സുമർ റിജാലുൽ അജാനിബ്, അവരില്ലാത്തപ്പോ പിന്നെ ആരാണ്? അന്യപുരുഷന്മാർ, കുടുംബ ബന്ധുക്കളല്ലാത്ത പുരുഷന്മാർ. തുമ്മ സൗജത്തു, പിന്നെ ഭാര്യക്കു പറ്റും. തുമ്മൻ നിസാഉൽ മഹാരിമു, അവരും ഇല്ലെങ്കിൽ പിന്നെ പറ്റുന്നത് മഹറമുകളായ സ്ത്രീകൾക്ക് പറ്റും. പെങ്ങള്, ഉമ്മ തുടങ്ങിയിട്ടുള്ള മഹറമായ സ്ത്രീകൾക്ക് പറ്റും. ഫൽ ഔലാബി ഗസ്ലിൻ നിസാ, സ്ത്രീകൾ കുളിപ്പിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത് അന്നിസാഉ, സ്ത്രീകളാണ്. വ ഔലാഹുന്ന, അവരിൽ ഏറ്റവും അർഹതയായത് ഔലാഹുന്ന ബിഹി അന്നിസാഉൽ അഖാരിബ്, അടുത്ത ബന്ധുക്കളായ സ്ത്രീകളാണ്. സുമൻ നിസാഉൽ അജാനിബു, പിന്നെ അന്യ സ്ത്രീകളാണ് അവരില്ലെങ്കിൽ. സുമ സൗജു, അവരില്ലെങ്കിൽ ഭർത്താവ്. സുമർ റിജാലുൽ മഹാരിമു, അല്ലെങ്കിൽ മഹറമായ പുരുഷന്മാർ. വൽ കാഫിറു വൽ ഖാതിലു വൽ അദുവു വൽ ഫാസിഖു വസ്വബിയു ലൈസ ലഹും ഹഖ്ഖു തഖ്ദീമി, കാഫിറായ മനുഷ്യൻ, അതായത് ബന്ധുവാണെങ്കിൽ, കുടുംബ ബന്ധുവാണെങ്കിൽ പോലും അവിശ്വാസി, അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ആള്, ഇയാൾ മരിച്ച ആളെ കൊന്നിട്ടുണ്ട്, കൊന്ന ആളാണ്. വൽ അദുവു, അല്ലെങ്കിൽ ശത്രു. വൽ ഫാസിഖു, അല്ലെങ്കിൽ ഫാസിഖായ മനുഷ്യൻ. വസ്വബിയു, അതുപോലെ കുട്ടി. ഇവരെയൊന്നും ലൈസലഹു ഹഖ്ഖു തഖ്ദീം, ഇവരെ കുളിപ്പിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യേണ്ടതില്ല, മുന്തിക്കേണ്ടതില്ല. കാരണം അവരവിടെ കുളിപ്പിക്കാൻ അർഹരല്ലല്ലോ. ഇനി ഇമാമത്ത് നിൽക്കേണ്ടത് ആരാണ്? ഔലൻ നാസിബിൽ ഇമാമത്ത്, ഇമാമത്ത് നിൽക്കാൻ, മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടത് അബുൽ മയ്യത്തി, മയ്യത്തിന്റെ വാപ്പയാണ്. വാപ്പ ഉണ്ടെങ്കിൽ ഫ അബൂഹു, അല്ലെങ്കിൽ അവരുടെ ഉപ്പ. അവരില്ലെങ്കിൽ സുമ്മൽ ഇബ്നു, മകൻ. ഫബ്നുഹു, അല്ലെങ്കിൽ മകന്റെ മകൻ. സുമ്മൽ അഖു, പിന്നെ സഹോദരൻ. ഫബ്നുഹു, സഹോദരന്റെ മകൻ. സുമ്മൽ അമ്മു, പിന്നെ പിതൃ സഹോദരൻ. ഫബ്നുഹു, അവരുടെ മകൻ. വലാ യഹ്മിൽ, ജനാസ ചുമക്കേണ്ട ക്രമം അങ്ങനെയാണ്. വലാ യഹ്മിലുൽ ജനാസത്ത ഇല്ല റിജാലു, ജനാസ ചുമക്കേണ്ടത് പുരുഷന്മാർ മാത്രമാണ്, അവിടെ സ്ത്രീകൾക്ക് അവസരമില്ല. വയുക്രഹു ഹംലുഹ ലിൻ നിസായി, സ്ത്രീകൾ ജനാസ ചുമക്കുന്നത് കറാഹത്താണ്. വദ്ദഫ്നു ഐളൻ, അതുപോലെ മറമാടലും
മിൻ വലീഫത്തി റിജാലി പുരുഷന്മാരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. വൗലാഹും ബിഹി അസ്സൗജു അതിലേറ്റവും അർഹര് ഭർത്താവാണ്. തുമ്മ ഔലാഹും ബി സ്വലാത്തി പിന്നെ അവിടെ ഏറ്റവും ബന്ധപ്പെട്ടത് നിസ്കരിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവരാണ്. വൽ ഔലാബി തെൽഖീനി മയ്യത്തി മയ്യത്തിന് തെൽഖീന് കൊടുക്കാൻ ഏറ്റവും ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും നല്ലത് ആരാ? റജുലുൻ മിൻ അഹ്ലി ദീനി വസ്വലാഹി സ്വലാഹിന്റെ ആൾക്കാര്, ഒരു തഖ്വയുള്ള ആൾക്കാർ, ഇൽമും തഖ്വയൊക്കെ ഉള്ള ആൾക്കാർ, അവരാണ് നല്ലത്. മിൻ അഖാരിബിഹി അടുത്ത ബന്ധുക്കളായ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവര് ഫമിൻ വൈരിഹിം അല്ലെങ്കിൽ ബന്ധുക്കളല്ലാത്ത സ്വാലിഹീങ്ങളാണ് തെൽഖീന് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും നല്ലത്. ഇനി ബിനാഉൽ ഖബരി വ നബ്സുഹു ഖബറുമായി ബന്ധപ്പെട്ട് ഖബർ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഖബർ ഉയർത്തുന്നത് അത്തരം വിഷയങ്ങളാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ബിന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ്. ഇവിടെ രണ്ടർത്ഥമുണ്ട്. ഖബർ തന്നെ നിർമ്മിക്കുന്നതുണ്ട്. ഖബർ തന്നെ, അതായത് രണ്ട് രീതിയാണ് ഉണ്ടാകാറുള്ളത്. ഖബർ അങ്ങനെ മൂടി അതിനുശേഷം അതിന്റെ മുകളിൽ ഒരു കുബ്ബ വെക്കുന്നു, സിയാറത്തിനും മറ്റുമൊക്കെ തിരിച്ചറിയാനും മറ്റുമൊക്കെ അങ്ങനെ ഒരു സാഹചര്യം. അതായത് ഖബർ തന്നെ പിന്നെ ബിൽഡ് ചെയ്തെടുക്കുന്ന അവസ്ഥയുണ്ട്. അതിന്റെ മുകളിൽ തന്നെ അതന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, അങ്ങനെ ചെയ്യുന്ന രീതിയും ഉണ്ട്. എന്നാൽ ബിനാ ഉൽ ഖബരി വ നബ്സുഹു അതുപോലെ നബ്സ് എന്ന് പറഞ്ഞാൽ അത് മാന്തുക, ഖബർ മാന്തുക, ഇതുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് ഇന്ന് നമ്മൾ ഇനി പഠിക്കുന്നത്. യഹ്റുമു ഖളാഉൽ ഹാജത്തി ഖളാഉൽ ഹാജത്ത് ഹറാമാണ്. അലൽ ഖബരിൽ മുഹ്തറം ഒരു മുഹ്തറമായ ഖബറിന്റെ മുകളിൽ എന്ത് ചെയ്യരുത്? ഒരു മനുഷ്യൻ, പൊതുവെ ഒരു മനുഷ്യന്റെ ഖബറിന്റെ മുകളിൽ ഖളാഉൽ ഹാജത്ത് നടത്തരുത്, അഥവാ മലമൂത്ര വിസർജനം നടത്തരുത്. വയുക്റഹു ദാലിക ബിഖുർബിഹി അതിന്റെ അടുത്ത് ചെയ്യലും കറാഹത്താണ്. ഇതിന്റെ മുകളിൽ ചെയ്യൽ ഹറാമാണ്, ഇതിന്റെ അടുത്ത് ചെയ്യൽ കറാഹത്താണ്. വൽ വതുഉ അലൈഹി ഖബറിന്റെ മുകളിൽ ചവിട്ടൽ കറാഹത്താണ്. വൽ ജുലൂസു അലൈഹി ഖബറിന്റെ മുകളിൽ ഇരിക്കൽ ഖബലൽ ബലാഇ അത് നുരുമ്പിപ്പോകുന്നതിന്റെ മുമ്പ്, അതിന്റെ ഒരു കാലാവധിയും ഒരുപാട് കാലം എപ്പോഴോ ഉള്ള ഖബറാണ് എന്ന് തോന്നുന്ന അതിന്റെ മുമ്പ് അതിന്റെ മുകളിൽ ഇരിക്കുന്നത്, ചവിട്ടുന്നത് കറാഹത്താണ്. ഇല്ലാലി ലറൂറത്തിനല്ല, അത്യാവശ്യം ഖബർ നന്നാക്കാനോ ഖബറിന്റെ മുഖത്ത് സിയാറത്ത് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇത് വെട്ടാനോ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി വയ്ക്കും. അതുപോലെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്, കറാഹത്താണ് കിതാബത്തു ഷൈഇൻ അലൈഹി ഖബറിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക, ഖബറിന്റെ മുകളിൽ എന്തെങ്കിലും എഴുതി വെക്കുക. വത്തിഖാദു മിളല്ലത്തിൻ അലൈഹി അതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു കുട പോലെ വെക്കുക, അത് എന്താണ്? കറാഹത്താണ്. എപ്പോഴൊഴികെ ഇല്ലാലി മസുലഹത്തി നഹ്വിൽ ഖിറാഅത്തി ഖുർആൻ ഓത്തുപോലെയുള്ള മസുലഹത്തിന് വേണ്ടി ഒഴികെ, എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അടുത്ത് വെച്ച് മയ്യത്തിന് വേണ്ടി ഗുണം കിട്ടാനോ അത്തരം സംഗതികൾക്ക് വേണ്ടി ഒരാൾക്ക് അവിടെ ഇരിക്കണം, അപ്പൊ അതിന്റെ സൗകര്യത്തിന് ഒരുക്കുന്നത് അത് സുന്നത്താണ്. വൽ മബീത്തു ബിൽ മഖ്ബറത്തി മഖ്ബറയില് രാത്രി താമസിക്കൽ, മുൻഫരിദൻ ഒറ്റക്ക് താമസിക്കൽ. വൽ മുക്സു ഫി മഖാബിരിൽ കുഫാരി അതുപോലെ അവിശ്വാസികളുടെ മഖ്ബറകളിൽ അവിടെ ഇങ്ങനെ പോയിട്ട് വെറുതെ താമസിക്കുക, ബിലാ ദറൂറത്തിന് ആവശ്യമില്ലാതെ അങ്ങനെ ചെയ്യുന്നതൊക്കെ കറാഹത്താണ്. വ ബിനാഉൽ ഖബരി അതുപോലെ ഖബറ് നിർമ്മിക്കുക, ഖബറ് പടുക്കുക, ബി മിൽക്കിഹി സ്വന്തം ഉടമസ്ഥതയിലുള്ള ഖബറ് പടുക്കുക, ബില ഹാജത്തിൻ ആവശ്യമൊന്നും ഇല്ലാതെ, പ്രത്യേകതയൊന്നും ഇവിടെ ഇല്ല. കദഫ്ഇ നബ്ബാഷിൻ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഈ മാന്തുന്ന മറ്റ് വന്യജീവികളോ മറ്റോ ഒക്കെ എന്തെങ്കിലും ജീവികൾ മാന്തിക്കളയുന്നത് തടയാൻ അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള മണ്ണാണ്. ഔ സബുഇൻ അല്ലെങ്കിൽ ഈ കുറുക്കൻ പോലെയുള്ള ജീവികൾ, ഇത് മാന്തുന്ന ജീവികൾ, മൃഗങ്ങൾ, അതിനെ തടയാൻ. ഔ സെയിലിൻ അല്ലെങ്കിൽ വെള്ളം ഒഴുക്കാൻ സാധ്യത ഉണ്ട്, അപ്പൊ അവിടെ അത് തടയാൻ. അത്തരം സംഗതികൾക്ക് വേണ്ടി, അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല അത് ഖബർ പടുക്കുന്നത് എന്താണ്? കറാഹത്താണ്. വയഹ്റുമു ഹറാമാണ് ഖബർ പടുക്കൽ ബി മുസബ്ബലത്തിൻ പൊതുഭൂമിയിൽ, മൗഖൂഫത്തിൻ മൗഖൂഫായ ഭൂമിയിൽ, എല്ലാവർക്കും വഖഫ് ചെയ്യപ്പെട്ട ഒരു ഭൂമിയിൽ പൊതുവിൽ ഒരു മനുഷ്യന്റെ ഖബർ പടുക്കുന്നത് ഹറാമാണ്. വസ്തസ്ന ബഅ്ളുഹും എന്നാൽ ചില പണ്ഡിതന്മാർ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ബിനാ ഖുബൂരിൽ അംബിയാഇ വശുഹദാഇ വസ്വാലിഹീൻ ശുഹദാക്കൾ, അംബിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാർ അവരുടെ ഖബറുകൾ പടുക്കുന്നത് ഈ വകുപ്പിൽ പെടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതെന്താ അതിന്റെ കാരണം? ലീഹിയ ഇ സിയാറത്തി
സിയാറത്ത് സജീവമാക്കാൻ വേണ്ടി, വത്തബറുക്കി അതുപോലെ ബറക്കത്തെടുക്കുന്നത് സജീവാകാൻ വേണ്ടി. ഈ സിയാറത്ത് ബറക്കത്തെടുക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഈമാൻ നിലനിൽക്കാൻ ആവശ്യമാണ് പൂർവീകരെ ഓർമ്മിക്കുക, പൂർവീകരുമായി ബന്ധം നിലനിർത്തുക എന്നുള്ളത് വിശ്വാസികളുടെ രീതിയാണ്. മരണപ്പെട്ടാലും നമ്മൾ അമ്പിയാക്കളെ ഉണർത്തുന്നു, സ്വാലിഹ്യങ്ങൾ ഓർക്കുന്നു, അവരോട് ബന്ധം പുലർത്തുന്നു എന്നുള്ളത് നമുക്ക് നല്ല വഴിയിൽ നടക്കാനുള്ള സ്മരണയാണത്. അതിന് സഹായിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് സിയാറത്ത്. ആ സിയാറത്ത് നിലനിൽക്കേണ്ടതാണ്. അതിനു വേണ്ടി അത് പൊതുമനുഷ്യരുടെ ആവശ്യമാണ്, പൊതു മുസ്ലിമീങ്ങളുടെ ആവശ്യമാണ്, പൊതുവായിട്ട് മുസ്ലിമീങ്ങളുടെ പൊതു ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വഖഫ് ചെയ്യപ്പെട്ടിടത്താണെങ്കിലും സ്വാലിഹീങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നതിൽ തെറ്റില്ല. കാരണം മറ്റ് സാധാരണ മനുഷ്യർ അവര് കാലങ്ങൾ കഴിയുന്ന സമയത്ത്, അവരുടെ ഒരുപാട് പൂർവികരുടെ മേലോട്ട് പോകുന്ന സമയത്ത് അവരുടെ ഖബറുകൾ വിസ്മരിക്കപ്പെടും. ആ ഖബറിന്റെ കാലാവധി കഴിയുമ്പോൾ ആ സ്ഥാനത്ത് മറ്റുള്ളവരെ മറുമാടാം. അതേസമയത്ത് വലിയ മഹാന്മാർ ചരിത്രം അവരെ രേഖപ്പെടുത്തുകയും ചരിത്രം അവരെ അനുസ്മരിക്കുകയും ചരിത്രം പുതിയ മുസ്ലിമീങ്ങൾക്ക് വഴി നടക്കാൻ ഈ മഹാന്മാരുമായിട്ട് കണക്ട് ചെയ്യപ്പെടും. അപ്പൊ അത് നിലനിൽക്കുക എന്നുള്ളത് പൊതുവായിട്ട് മുസ്ലിമീങ്ങളുടെ ഈമാനികമായ തഖ്വയുമായി ബന്ധപ്പെട്ട ഒരു ആവശ്യമാണ്. അപ്പൊ അതിനു വേണ്ടി ആയതുകൊണ്ട് തന്നെ അവിടെ ഈ മസ്അല നിലനിൽക്കുന്നില്ല. എന്താണ് അവിടുത്തെ മസ്അല? അലിഹിയ സിയാറത്തി വത്തബറുക്കി, സിയാറത്ത് സജീവമാക്കാനും ആ ബറക്കത്തെടുക്കൽ സജീവമാകാനും വേണ്ടി പൊതുവാണെങ്കിൽ പോലും, പൊതുസ്ഥലത്താണെങ്കിലും സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അമ്പിയാക്കളുടേതൊക്കെ ഖബർ അവിടെയും പഠിക്കുന്നതിൽ തെറ്റില്ല. വയഹ്റുമു, ഹറാമാണ്, നബ്സുൽ ഖബരി, ഖബർ മാന്തൽ ഹറാമാണ്. ഖബല ബലാഇൽ മയ്യിത്തി, ആ മയ്യത്ത് നുരുമ്പുന്നതിന് മുമ്പ്, നുരുമ്പിപ്പോകുന്നതിന്റെ മുമ്പ് ഹറാമാണ്. ഇല്ലാലി ഉദ്രിൻ, ചില കാരണങ്ങൾക്കൊഴികെ. യൂജിബുഹു, നിർബന്ധമാക്കുന്ന, ഔ യുജവ്വിസുഹു, അല്ലെങ്കിൽ അനുവദനീയമാക്കുന്ന കാരണങ്ങൾ ഉണ്ടായാൽ ഒഴികെ. വമിനൽ അവലി, നിർബന്ധമാക്കുന്നതിൽപ്പെട്ടതാണ് ഇൽജാഉഹു ലിൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക് തിരിച്ചു കിടത്തൽ നിർബന്ധമാണ്. അത് വിട്ടുപോയി, എന്നാൽ നുരുമ്പിപ്പോകുന്നതിന്റെ മുമ്പ് ഖബർ ഒന്നുകൂടി തുറന്നിട്ട് ആ ഖബർ നേരെ ഖിബ്ലയിലേക്ക് തിരിച്ചു കടത്തി കൊടുക്കണം. വഗസ്ലുഹു, അതുപോലെ കുളിപ്പിക്കൽ. ഇല്ലം യതഗയ്യർ തഗയ്യുറൻ യംനഉൽ ഗറള, ഇല്ലം യതഗയ്യർ, പകർച്ചയായിട്ട് ഇല്ലെങ്കിൽ കുളിപ്പിക്കാൻ വേണ്ടി പുറത്തെടുക്കാം. ഏത് പകർച്ച? തഗയ്യുറൻ, ഒരു പകർച്ച, യംനഉൽ ഗറള, ആ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന പകർച്ചയായി പോയിട്ടുണ്ട്, പിന്നെ എടുത്തിട്ട് തുറന്നിട്ട് കാര്യമില്ലല്ലോ. വഇഖ്റാജുഹു, മയ്യത്തിനെ പുറത്തെടുക്കണം. മിൻ മഗ്സൂബിൻ, ഒന്നാമത്തിൽപ്പെട്ടതാണ്, നിർബന്ധമായിൽപ്പെട്ടതാണ്. മിൻ മഗ്സൂബിൻ, പിടിച്ചു പറിക്കപ്പെട്ട ഭൂമിയാണ്, അഥവാ അനധികൃതമായി കൈയടക്കപ്പെട്ട ഭൂമിയാണ്. ആ ഭൂമിയിലാണ് മറമാടിയത്. എന്നാൽ അവിടെ നിന്ന് പുറത്തെടുക്കാൻ എന്ത് ചെയ്യാം? അത് ഖബർ തുറക്കാം. ആ ഭൂമി എങ്ങനെയോ ആണ്, ത്വലബഹു, ആ പുറത്തെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാലിക്കു, അതിന്റെ ഉടമസ്ഥന്റെ അടുത്ത് നിന്ന് അനധികൃതമായി കൈയടക്കിയതാണ് ആ ഭൂമി. ആ ഭൂമിയിലാണ് മറമാടിയത്. ആ ഉടമസ്ഥൻ എന്താ ആവശ്യമുണ്ട്? ഒന്ന് ഒഴിവാക്കി തരണം. അപ്പൊ മയ്യത്ത് ഖബർ തുറന്ന് മയ്യത്തിനെ പുറത്തെടുത്ത് അനുവദനീയമായ സ്ഥലത്ത് മറമാടണം. വൈഖ്റാജു മാലിൻ, അതുപോലെ ഒരു സ്വത്ത് പുറത്തെടുക്കാൻ, ഒരു സ്വത്ത് പുറത്തെടുക്കാൻ. സഖത്ത ഫീഹി, ആ ഖബറിൽ വീണുപോയിട്ടുണ്ട്. ഖബറിൽ വലിയ വിലപിടിപ്പുള്ള ഒരു 5 പവന്റെ ഒരു മാല വീണുപോയി, അല്ലെങ്കിൽ ഒരു ആഭ, അങ്ങനെ ഒരു സാധനം വീണുപോയി. എന്നാൽ അത് പുറത്തെടുക്കാൻ വേണ്ടി ഖബർ തുറക്കാം. വ ജനീനിൻ തുർജ ഹയാത്തുഹു, അതുപോലെ ജനീൻ, ഈ ഗർഭസ്ഥ ശിശു, തുർജ ഹയാത്തുഹു, അതിന്റെ ജീവൻ പ്രതീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഉള്ളത്, എന്നാൽ അതിനെ പുറത്തെടുക്കാൻ ഖബർ തുറക്കാം. വൈൻ തഗയ്യറ ഫീ ഹാദിഹി സലാസത്തി, ഈ അവസാനം പറഞ്ഞ മൂന്നെണ്ണത്തിൽ, അവസാനം പറഞ്ഞ മൂന്നെണ്ണം ഏതാ? ഒന്ന് ജനീൻ അഥവാ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കാം. 2 ആ സമ്പത്ത് അതിൽ വീണുപോയത് പുറത്തെടുക്കാൻ. 3-മത്തെ മഹ്സൂബായ ഭൂമിയിൽ നിന്ന് പുറത്തെടുക്കാൻ. ഈ 3 വിഷയത്തിന് വേണ്ടി അത് പകർച്ചയായാൽ പോലും എന്ത് ചെയ്യണം? പുറത്തെടുക്കാൻ തുറക്കാം. വമിനസ്സാനി, അനുവദനീയമായതിൽപ്പെട്ടതാണ് തഖ്ലീസുഹു മിൻ സെയിലിൻ ഔ നദാവത്തിൻ, അത് രക്ഷപ്പെടുത്തൽ. മിൻ സെയിലിൻ, ഒരു വെള്ളം ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അല്ലെങ്കിൽ ഔ നദാവത്തിൻ, അല്ലെങ്കിൽ അവിടെ ഉറവുണ്ട്, വെള്ളത്തിന്റെ ഉറവുണ്ട്, ആ ഉറവിൽ നിന്ന് ഒഴിവാക്കി എടുക്കാൻ വേണ്ടി അവിടെ നിന്ന് മാറ്റി മറമാടാം. നേരത്തെ അറിയില്ലായിരുന്നു, അങ്ങനെയാണ് മറമാടി, പിന്നെയാണ് അറിയുന്നത്, അങ്ങനെ ചെയ്യാം. ഇനി പറയാൻ പോകുന്ന വിഷയം എന്താ? നഖ്ലുൽ മയ്യിത്ത്, ഒരു മയ്യത്ത് മരണപ്പെട്ട സ്ഥലത്ത് നിന്ന് ആ മയ്യത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നഖ്ല്, നീക്കം ചെയ്യുക, കൊണ്ടുപോവുക, മയ്യത്തിനെ കൊണ്ടുപോവുക. യഹ്റുമു, ഹറാമാണ്.
നഖ്ലുൽ മയ്യത്തി, മയ്യത്തിനെ കൊണ്ടുപോകൽ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു മയ്യത്ത്, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ നാട്ടുകാരുടെ പൊതുബാധ്യതയാണ്, ഫർള് കിഫായയാണ് ആ മനുഷ്യനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക. ഈ 4 കാര്യങ്ങൾ ആ നാട്ടുകാരുടെ നിർബന്ധമാണ്. ഒരു നാട്ടിൽ വെച്ച് ഒരു മയ്യത്ത് മരണപ്പെട്ടാൽ ആ നാട്ടിൽ വെച്ച് തന്നെ ഇത്തരം സംഗതികൾ നടക്കുകയാണ് പൊതുവിൽ വേണ്ടത്. എന്നാൽ നമ്മളെ സമീപകാലത്ത് ചികിത്സയൊക്കെ വേണ്ടി കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിന് അല്ല ഇവിടെ പറയുന്നത്. മറിച്ച് മറ്റൊരു വിദേശ രാജ്യത്തോ അല്ലെങ്കിൽ ദൂരദിക്കുകളിൽ താമസിക്കാനോ മറ്റോ ഒക്കെ പോയ ഒരാൾ അവിടെ വെച്ച് മരണപ്പെട്ടാൽ അവിടെ മറമാടുക എന്നതാണ് അതിന് ഏറ്റവും ഔചിത്യം, അതിന്റെ ഉചിതമായ രീതി അങ്ങനെയാണ്. ഗൾഫിൽ നിന്നൊക്കെ മരണപ്പെട്ടാൽ അവിടെ വെച്ച് മറമാടുക എന്നതാണ് അത് മയ്യത്തിനോടുള്ള യഥാർത്ഥ ആദരവും യഥാർത്ഥ രീതിയും അതാണ്. അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടോ ചില വൈകാരികതകൾ കൊണ്ടോ പലപ്പോഴും മറ്റു പല സംഗതികളും ചെയ്യുന്നതുകൊണ്ട് ഇത് പലപ്പോഴും മയ്യത്തിനോട് അനാദരവായി മാറാറുണ്ട്. നമുക്ക് ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കത് കാണാം. യഹ്റുമു, ഹറാമാണ്, നഖ്ലുൽ മയ്യിത്തി, മയ്യത്തിനെ കൊണ്ടുപോകൽ, മിൻ ബലദി മൗത്തിഹി, മരിച്ച നാട്ടിൽ നിന്ന്, ഇല ബലദിൻ ആഖർ, മറ്റൊരു നാട്ടിലേക്ക്, ഇലാ ദറൂറത്തിന്, ആവശ്യമില്ലാതെ. അത്യാവശ്യം എന്തൊക്കെയാ? കൽ ഖൗഫി മിൻ സെയിലിൻ, അവിടെ മറമാടിയാൽ വലിയ വെള്ളം ഒലിച്ച് മയ്യത്ത് പോയി പോകും. ഔ അദുവിൻ, അല്ലെ ശത്രു ഉണ്ട്, ശത്രു എടുത്തുകൊണ്ടുപോയി വികൃതമാക്കും. ഇല്ല ഇല ഹറമി മക്കത്ത, മക്കയിലേക്ക് കൊണ്ടുപോകൽ ഒഴികെ, അവിൽ മദീനത്തിലെ മദീനയിലേക്ക് കൊണ്ടുപോകൽ ഒഴികെ. ഔ ബൈത്തുൽ മഖ്ദിസ്, അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്സിലേക്ക് കൊണ്ടുപോയില്ലേ, അവിടെയൊക്കെ മഹത്വമുള്ള സ്ഥലങ്ങളല്ലേ. ഔ ഇല മഖാബിരി അഹ്ലിൽ ഖൈരി വസ്വല, അല്ലെങ്കിൽ മഹാന്മാരുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്, അവിടെ പറ്റും, അല്ലാതെ കൊണ്ടുപോകുക, അതൊരാവശ്യമാണ്, അതിലല്ലാതെ കൊണ്ടുപോകുക. അഹ്ലുൽ ഖൈർ വസ്വല, ഖൈറിന്റെ ആൾക്കാർ, സ്വലാഹിന്റെ ആൾക്കാർ, അവരിലേക്ക് കൊണ്ടുപോവുക, അത് പറ്റും. ഫയുസന്നു, സുന്നത്താണ്, ഇദാ ഖറുബത്ത്, അടുത്താൽ, മിൻ ബലദിഹി, അവന്റെ നാട്ടിനോട്, ഉമിനത്ത് തഗയ്യുറു, അവിടെ പകർച്ചയാകാൻ സാധ്യതയില്ല, അങ്ങനെയാണ് അവിടെ സുന്നത്ത്. മഹാന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് അവിടത്തേക്ക് കൊണ്ടുപോകാൻ വളരെ അടുത്താണ്, എന്നാൽ അവിടത്തേക്ക് കൊണ്ടുപോകൽ സുന്നത്താണ്. ഇതാ കറുബത്ത്, ഫയുസന്ന്, അങ്ങനെ കൊണ്ടുപോകൽ സുന്നത്താണ്, ഇതാ കറുബത്ത്, അടുത്താണെങ്കിൽ, മിൻ ബലദി, അദ്ദേഹത്തിന്റെ മരിച്ച നാടിനോട് അടുത്താണെങ്കിൽ. വ ഉമീന, അവിടെ നിർഭയമാണ്, അത്തഗയ്യുറു, പകർച്ചയാകൊന്നുമില്ല, എന്നാൽ കൊണ്ടുപോകാം. വലാ യുങ്കലു, മയ്യത്തിനെ കൊണ്ടുപോകരുത്, ഹൈത്തു ജാസ, അനുവദനീയമാകുന്ന സ്ഥലത്ത്, ഇല്ലാ ബഅദ ഗസ്ലിഹി, കുളിപ്പിച്ചിട്ടേ കൊണ്ടുപോകാവൂ, തക്ഫീനിഹി, കഫൻ ചെയ്തിട്ടേ കൊണ്ടുപോകാവൂ, വസ്വലാത്തി അലൈഹി, നിസ്കരിച്ചിട്ടേ കൊണ്ടുപോകാവൂ. അപ്പൊ നമ്മളൊരു സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടാൽ അവിടെ വെച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും അവിടെ വെച്ച് തന്നെ അത് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വലോ കാനഫി ബലദിൻ, ഇനി ഒരു സ്ഥലത്ത്, ഒരു നാട്ടിലുണ്ടെങ്കിൽ, മക്കാബിറു, മക്കാബിറു മുതഅദ്ദിദത്തുൻ, ഒന്നിലധികം മക്ബറകൾ ഉണ്ടെങ്കിൽ, മക്ബറ എന്നതിന്റെ ജമാണ് മക്കാബിർ, മുതഅദ്ദിദ, ഒന്നിലധികം എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നിലധികം മക്ബറകൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ, ഫലഹു അദ്ദഫ്നു ഫി അയ്യിഹാ ശാ, ഫലഹു, ആ മയ്യത്തിന് പറ്റും, അദ്ദഫ്നു, മറമാടൽ, ഫി അയ്യിഹാ ശാ, ഏതിൽ വേണമെങ്കിലും മറമാടൽ. വലാ യുദ്ഫനു, മറമാടാൻ പറ്റില്ല, മുസ്ലിമിൻ, മുസ്ലിമിനെ, ഫി മക്ബറത്തിൽ കുഫാർ, അവിശ്വാസികളുടെ മക്ബറയിൽ മറമാടരുത്. വലാ കാഫിറുൻ, അവിശ്വാസിയെ മറമാടരുത്, ഫി മക്ബറത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ മക്ബറയിൽ അവിശ്വാസിയെ മറമാടരുത്. അത് എപ്പോഴും പരസ്പര അനാദരവും പരസ്പരം കുഴപ്പവും ഒക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അതെപ്പോഴും സൂക്ഷിക്കപ്പെടേണ്ടതാണ്, ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, വലിയ സൂക്ഷ്മത പുലർത്തേണ്ട ഒരു വിഷയമാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തദ്രീബാത്ത്. തദ്രീബാത്ത്, നഖ്റു വ നസ്തഉ ബിൽ മഅന, ആശയം പഠിക്കുക. ലൗലാ അൻ തദാഫനൂ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ, നിങ്ങളെങ്ങാനും മറമാടി പോകൂലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഖബറിന്റെ അദാബ് കേൾപ്പിച്ചു തരാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു എന്നാണ് ഇതിന്റെ ആശയം. വാക്കർത്ത് ഒന്നുകൂടി ഞാൻ പറയാം. ലൗലാ അൻ തദാഫനൂ, നിങ്ങൾ മറമാടി പോകൂലായിരുന്നുവെങ്കിൽ, ലദഅഉതുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അൻ യുസ്മിഅകും, നിങ്ങൾക്ക് കേൾപ്പിക്കാൻ, മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷ കേൾപ്പിക്കാൻ പ്രാർത്ഥിക്കുമായിരുന്നു.
ഇതാണ് വാക്കിന്റെ അർത്ഥം. ഇനി ഉത്തരങ്ങൾ കണ്ടെത്തുക. മാതാ യക്കൂലു ദാഫിനു, മറമാടുന്ന ആള് എന്താണ് ചൊല്ലേണ്ടത്? മാതാ യക്കൂലു, മാതാ എന്ത്, യക്കൂലു ചൊല്ലണം, അദ്ദാഫിനു മറമാടുന്ന ആൾ. ഇന്ദ വദഇൽ മയ്യിത്തി, മയ്യത്തിനെ വെക്കുന്ന സമയത്ത്, ഫിൽ ഖബരി, ഖബറിൽ വെക്കുന്ന സമയത്ത് എന്താണ് ചൊല്ലേണ്ടത്? മയ്യത്തിനെ വെക്കുന്ന സമയത്ത് എന്താണ് ചൊല്ലേണ്ടത്? ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി, ഇതാണ് ചൊല്ലേണ്ടത്. ഇനി രണ്ടാമത്തത് എന്താണ്? മാതാ യഖൂലു മൻ യഹ്തു തുറാബ ഇലൽ ഖബരി, മാതാ യഖൂലു എന്താണ് ചൊല്ലേണ്ടത്? മൻ യഹ്തു വാരിയിടുന്ന ആള്, അത്തുറാബ മണ്ണ് വാരിയിടുന്ന ആള്, ഇലൽ ഖബരി ഖബറിലേക്ക് വാരിയിടുന്ന ആള് എന്താണ് ചൊല്ലേണ്ടത്? എന്താണ് ചൊല്ലേണ്ടത്? ഒന്നാമത്തേതിൽ മിൻഹാ ഖലഖ്നാകും, രണ്ടാമത്തേതിൽ വഫീഹാ നുഈദുക്കും, മൂന്നാമത്തേതിൽ വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റാ, ഇതാണ് ചൊല്ലേണ്ടത്. ഇനി ലിമ യുസന്നു, ലിമ യുസന്നു, ലിമ എന്തുകൊണ്ടാണ് യുസന്നു സുന്നത്താകുന്നത്? അയ്യംകുത താമസിക്കൽ, അഖാരിബു അൽ മയ്യിത്ത്, അഖാരിബുൽ മയ്യിത്ത് മയ്യത്തിന്റെ അടുത്ത ബന്ധുക്കൾ, സാഅത്തൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ കുറച്ച് സമയം, ഇന്ദൽ ഖബർ ഖബറിന്റെ അടുക്കൽ കുറച്ച് സമയം മയ്യത്തിന്റെ ബന്ധുക്കൾ താമസിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത്? വയംകുസ സാഅത്തൻ ബഅദ തമാമി ദഫ്നി വയുലഖിനുഹു വയദ്ഉ ലഹു വയസ്അലുഹു തസ്ബീത. എന്തിനൊക്കെയാണ്? തൽഖീന് ചൊല്ലാനും അവനു വേണ്ടി മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും മയ്യത്തിനു വേണ്ടി തസ്ബീത്ത് ചൊല്ലാനും ഒക്കെയാണ് അവിടെ സുന്നത്താണ് എന്ന് പറഞ്ഞത്. ഇനി മൻ ഔലൻ നാസി ബി തൽഖീനിൽ മുഹ്തളർ, മരണാസന്നന് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതാരാണ്? മൻ ആരാണ്? ഔലൻ നാസി ഏറ്റവും ബന്ധപ്പെട്ടത്, ബി തൽഖീനിൽ മുഹ്തളർ, മുഹ്തളർ എന്ന് പറഞ്ഞാൽ മരണാസന്നൻ, മരണാസന്നന് ചൊല്ലിക്കൊടുക്കാൻ ഏറ്റവും അർഹൻ ആരാണ്? ഔലൻ നാസി ബി തൽഖീനിൽ മുഹ്തളരി ഗൈറുൽ മുത്തഹമി, തെറ്റിദ്ധാരണക്ക് അവസരമില്ലാത്തവരാണ്. അവരാരാണ്? അത് ഇതിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, നല്ലവരാണ്. ഇവിടെ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ തെൽക്കീന് നമ്മൾ തെൽക്കീൻ ചൊല്ലിക്കൊടുക്കുന്നതാണ്. അതേസമയത്ത് മരണാസന്നന് ചൊല്ലിക്കൊടുക്കുന്നതും നല്ലവരാണ് ഏറ്റവും നല്ലത്. സ്വാലിഹീങ്ങളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് നല്ലത്, ബന്ധുക്കളല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും നല്ലത്. ഇനി മനിൽ ഔല, ആരാണ് ഏറ്റവും അർഹൻ? മൻ അൽ ഔല, ഏറ്റവും അർഹൻ ആരാണ്? ബി ഗസ്ലി റിജാലി, പുരുഷന്മാരെ കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് ആരാണ്? ബയ്യിൻ അല തർത്തീബ്, ബയ്യിൻ വ്യക്തമാക്കുക, അല തർത്തീബ് അതിന്റെ ക്രമത്തിൽ പറയുക. കുളിപ്പിക്കാൻ, പുരുഷനെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹരാരാണ്? വൽ ഔല ബി ഗസ്ലി റിജാലി അർ റിജാലു, പുരുഷന്മാരെ കുളിപ്പിക്കാൻ ഏറ്റവും അർഹൻ പുരുഷന്മാരാണ്. ഔലാഹും, അവരിൽ ഏറ്റവും അർഹര് ഔലാഹും ബി സ്വലാത്തി അലൈഹി, നിസ്കാരത്തിന് ഏറ്റവും അർഹരായവരാരാണ്? അവരാണ് ഏറ്റവും അർഹര്. നിസ്കാരത്തിന് ഏറ്റവും അർഹരാരാണ്? അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ, വല്യുപ്പ, ഉപ്പ അവരുടെ ഉപ്പ, മകൻ മകന്റെ മകൻ, സഹോദരൻ സഹോദരന്റെ മകൻ, പിതൃ സഹോദരൻ പിതൃ സഹോദരന്റെ മകൻ, ഇങ്ങനെയാണ് അതിന്റെ ക്രമം. അവരില്ലെങ്കിൽ സുമർ റിജാലുൽ അജാനിബു, അന്യപുരുഷന്മാര്, പിന്നെ ഭാര്യ, പിന്നെ മഹറമായ സ്ത്രീകൾ, ഇങ്ങനെയാണ് അതിന്റെ ക്രമം. ഇനി മാ ഹുക്മു ഹംലിൽ മയ്യിത്തി, മയ്യത്തിനെ ചുമക്കുന്നതിന്റെ, എടുത്തുകൊണ്ടുപോകുന്നതിന്റെ വിധി എന്താണ്? ലാ യഹ്മിലുൽ ജനാസത്ത ഇല്ല റിജാലു, പുരുഷന്മാരാണ്. അപ്പൊ സ്ത്രീകൾ കൊണ്ടുപോകുന്നത് എന്താണ്? കറാഹത്താണ്. സ്ത്രീകൾ എടുത്തുകൊണ്ടുപോകുന്നത് കറാഹത്താണ്. മാ ഹുക്കുമു നഖ്ലിൽ മയ്യിത്തി, എന്താണ് വിധി? മാ ഹുക്കുമു, വിധി എന്താണ്? നഖ്ലിൽ മയ്യിത്തി, മയ്യത്ത് എടുത്തു കൊണ്ടുപോകുന്നു, മിൻ ബലദി മൗത്തി, മരിച്ച നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിന്റെ വിധി എന്താണ്? യഹ്റുമു നഖ്ലുൽ മയ്യിത്തി,
മിൻ ബലദി മൗതിഹി ഇലാ ബലദിൻ ആഖർ ബിലാ ദറൂറത്തിൻ. ആവശ്യമില്ലാതെ കൊണ്ടുപോകുന്നത് ഹറാമാണ്. ആവശ്യമില്ലാതെ കൊണ്ടുപോകുന്നത് ഹറാമാണ്. ഇനി ബയ്യിൻ കൈഫിയത്ത വദഇൽ മയ്യിത്തി ഫിൽ ഖബരി. കൈഫിയത്ത് ബയ്യൻ വ്യക്തമാക്കുക, കൈഫിയത്ത് രൂപം, വദഇൽ മയ്യിത്ത് മയ്യിത്തിനെ വെക്കുന്നതിന്റെ രൂപം, ഫിൽ ഖബരി ഖബറിൽ വെക്കുന്നതിന്റെ രൂപം വ്യക്തമാക്കുക. എങ്ങനെ വെക്കേണ്ടത്? മയ്യത്തിന്റെ തല ഖബറിന്റെ കാൽഭാഗത്ത് വെക്കുകയും മയ്യത്ത് കട്ടിലിൽ നിന്ന് തലഭാഗത്തുകൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക. എന്നിട്ട് എങ്ങനെ ചെയ്യണം? കവിൾ ഭാഗം പുറത്തേക്ക് എടുത്ത് തുണി നീക്കിയതിന് ശേഷം മണ്ണിലേക്ക് ചേർത്തി വെക്കുകയും കഫൻ കൂടെ നീക്കിയിട്ട് ചേർത്ത് വെച്ചു കൊടുക്കുകയും തല, ഇതിന്റെ വിശദമായ രൂപം. ഇനി ചെറിയ രീതിയിൽ ഉത്തരം എഴുതേണ്ട സ്ഥലങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഉത്തരം എഴുതുന്നതെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിബിലക്ക് തിരിച്ച്, ഖിബിലയിലേക്ക് വലതുഭാഗത്തിന്റെ മേൽ ചരിച്ച് മുഖം ഖിബിലയിലേക്ക് തിരിച്ചാണ് വെക്കേണ്ടത്. അതില് മുഖവും കാലും മുൻഭാഗത്തെ അതായത് ഖബറിന്റെ ഖിബിലയുടെ ഭാഗത്തേക്കുള്ള ചുമരിനോട് ചേർത്തി വെക്കുക. അപ്പുറം ഭാഗത്ത് കൊള്ളാൻ വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ സാധനം വെച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഹുക്കുമ് പറയുക. ഖളാഉൽ ഹാജത്തി അലൽ ഖബരി. ഖബറിന്റെ മുകളില് ഖളാഉൽ ഹാജത്ത് നടത്തുന്നതിന്റെ ഹുക്കും എന്താ? ഹറാമ്. എവിടെ ഹറാമ് എന്നുള്ളത്? യഹ്റുമു ഖളാഉൽ ഹാജത്തി അലൽ ഖബരിൽ മുഹ്തറം. കിതാബത്തു ഷൈഇൻ അലൽ ഖബരി. ഖബറിന്റെ മുകളിൽ വല്ലതും എഴുതുന്നതിന്റെ ഹുക്കും എന്താണ്? ഇതൊക്കെ കിതാബത്തൊക്കെ കറാഹത്താണ്. ഇവിടെ ഈ യുക്റഹു ഇവിടെയാണ് വരുന്നത്. ഇനി അൽ ബിനാഉ അലൽ ഖബരി ഫി മുസബ്ബലത്തിൻ ഔ മൗഖൂഫത്തിൻ. മൗഖൂഫത്തായ ഭൂമിയിൽ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഭൂമിയിൽ ഖബർ പടുക്കുന്നത് എന്താണ്? പൊതുവിൽ ഹറാമാണ്, സ്വാലിഹീങ്ങളുടേതൊഴികെ. ശുഹദാ, അമ്പിയാക്കൾ, സ്വാലിഹീങ്ങളുടേതൊഴികെ. ഇനി ഖബർ പൊളിക്കൽ, ഖബർ മാന്തൽ, ലി തഖ്ലീസിഹി മിൻ സൈലിൻ ഔ നദാവത്തിൻ. നദാവത്ത് നനവ് അല്ലെങ്കിൽ ഇതിലുള്ള വെള്ളം പൊക്കം അതുപോലെയുള്ള സംഗതികളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഖബർ മാന്തുന്നതിന്റെ ഹുക്കം എന്താണ്? ജായിസ് ആണ്. എന്റെ ഹുക്കുമ് ജായിസ് ആണ്. ഇനി തസ്ബീത്ത് തൽഖീനിന്റെ സ്വീക എഴുതി തയ്യാറാക്കലാണ് ഇതിലെ ഹോംവർക്ക്. ഇത്രയും ഭാഗങ്ങൾ ചെയ്യുമ്പോഴേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഖബറുമായി ബന്ധപ്പെട്ട വളരെ പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇത്തരം വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും ആവശ്യമുള്ള സമയങ്ങളിൽ പകർന്നു കൊടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങളിത് എത്തിച്ചു കൂടി കൊടുക്കുക ഇൻഷാ അല്ലാഹ്.